എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വളരെ കുറഞ്ഞ ചിലവിൽ എന്നാൽ നല്ല കിടിലൻ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു പുഡിംഗ് ആണ്. ചൈനാഗ്രാസോ ജലാറ്റിനോ യാതൊരു ക്രീമോ ഒന്നും തന്നെ ആവശ്യമില്ല ഈ ഒരു പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവകൾ മാത്രം മതി. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 250 ml ഈ ഒരു കപ്പിൽ ഞാൻ ഒരു 3 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു 3 ഗ്ലാസ് അളവിൽ ചിരകിയ തേങ്ങ എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു 3 കപ്പ് അളവിൽ ഇതുപോലെ ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇതുപോലൊരു 3 ഏലക്കായ എടുക്കുക, അല്ലെങ്കിൽ നമുക്കിതുപോലെ വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലൊരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഏലക്കായക്കാട്ടിലും ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് വാനില എസൻസ് തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങ അളന്നിട്ടെടുത്ത ഒരു കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അരിപ്പിലേക്ക് ഊറ്റി ആ ഒരു തേങ്ങാപ്പാൽ മാത്രമായിട്ട് നമ്മളൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ പിഴിഞ്ഞ് ഈ ഒരു തേങ്ങയിൽ എത്രത്തോളം ഒരു തേങ്ങാപ്പാലുണ്ടോ അത് മുഴുവനും നമ്മൾ ഇതുപോലെ എടുക്കണം. ഇതുപോലെ നമ്മൾ ഈ ഒരു 1/4 പാൽ മാത്രം എടുത്താൽ മതി കേട്ടോ, എങ്കിലും മാത്രമേ ഒരു പുഡിംഗ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു തേങ്ങയിലുണ്ടായിരുന്ന ഒരു തേങ്ങാപ്പാൽ മുഴുവനും ഇതുപോലെ പിഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ എടുത്ത് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഇതിലൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാപ്പാലില്ലേ, ആ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ തന്നെ കോൺഫ്ലോർ ആണ്. അപ്പോൾ കോൺഫ്ലോറും കൂടെ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ കട്ടകൾ വരാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ വേണം കേട്ടോ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു തേങ്ങാപ്പാൽ നമ്മൾ തീ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ട് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതുപോലെ നമ്മൾ തേങ്ങാപ്പാലൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴത്തേക്കും തീ ഒരുപാടങ്ങ് കൂട്ടി ഇതങ്ങ് തിളച്ച് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാൽ അങ്ങ് പിരിഞ്ഞും പോകും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ഇതുപോലെ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും ചേർത്ത് കൈ വിടാതെ തന്നെ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ചെറിയതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ, ഒരുപാടങ്ങ് ചൂടായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ചെറിയതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് ഇല്ലേ, എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കട്ടകളില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഈ ഒരു മിക്സ് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ കുറച്ച് സമയം കൈ വിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയതായിട്ട് ഇതിൽ നിന്ന് കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ ഇതിലും കുറച്ചും കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ ആ ഒരു പരുവം എത്തുന്ന വരെ ഇതുപോലെ കൈവിടാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ ഒരു പുഡിങ്ങിലേക്ക് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊന്ന് കുറുകി കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് കുറുകി കിട്ടിയാൽ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏത് പാത്രത്തിലേക്കാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഫുള്ളായിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലൊന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കുക. ഇനി ഇത് കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് അതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് കുറയട്ടെ. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് അത്യാവശ്യം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം.
ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഒരു 2 മണിക്കൂർ മുതൽ ഒരു 3 മണിക്കൂർ വരെയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ എനിക്ക് കറക്റ്റ് ഒരു 3 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഇതുപോലൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സെറ്റായി വന്നാൽ ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ നമ്മൾ കൈവച്ചിട്ട് പതിയെ ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു കോക്കനട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ. ഇതിൽ നമ്മളൊരു വാനില എസൻസും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു വാനിലയുടെ ഫ്ലേവറും കൂടി വരുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ വളരെ കുറഞ്ഞ ചിലവിൽ വളരെ പെട്ടെന്നൊരു പുഡിംഗ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ പുഡിംഗ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.